मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഞാൻ ശബ്ദം ഉണ്ടാക്കുകയില്ല. ഞാൻ രാത്രി ഉറങ്ങാറില്ല, പകലാണ് ഉറങ്ങുന്നത്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ചെസ് കളിക്കാൻ വേണ്ടി ബോർഡ് എടുക്കാൻ വന്നതാ. രാത്രി എന്തിനാ? ബാക്കി എല്ലാവരും അവിടെ ടിവിയിൽ പ്രേതപ്പടം കാണുക. എനിക്ക് ബോറടിക്കുക, അതുകൊണ്ട് ഞാൻ ചെസ് കളിക്കാൻ പോവാ. എടാ, ബാക്കി എല്ലാരും പടം കണ്ടോണ്ടിരിക്കുമ്പോ നീ ചെസ് ആരുടെ കൂടെ കളിക്കും? തനിച്ചേ ഒരു പ്രാവശ്യം ഇവിടെ നിന്നോണ്ട് കളിക്കും, പിന്നെ ചാടി ഇപ്പുറത്ത് നിന്നോണ്ട്, പിന്നെ ഇവിടെ നിന്ന് കളിക്കും, പിന്നെ അപ്പുറത്ത് നിന്നോണ്ട്. അത്ര തന്നെ. ഇത്രയും ചൂടിൽ നീ എന്തിനാ തണുത്ത് വിറയ്ക്കുന്നത്? ഗോറില്ലയോ? ഇത് ഗോറില്ല അല്ല, ഡ്രാക്കുളയാണ്. ഡ്രാക്കുള. ഇതൊരു പുതിയ സംഭവമാണല്ലോ. എനിക്കറിയില്ലായിരുന്നു ഡ്രാക്കുളയെ കണ്ണാടിയിൽ കാണാൻ കഴിയില്ലെന്ന്. ഇത് ഡ്രാക്കുളയല്ല, നമ്മുടെ ചിറ്റലിയാ. ഞാനല്ലടാ, അകത്ത് ഡ്രാക്കുളയുണ്ട്. അകത്താണ്. പേടിക്കാൻ എന്തിരിക്കുന്നു? ടിവിയുടെ അകത്തുനിന്ന് ഡ്രാക്കുളയ്ക്ക് പുറത്തു വരാൻ കഴിയില്ലല്ലോ. സംശയമുണ്ടോ? ഡോ മരമണ്ടൻ തലയാ, ടിവി അല്ലടോ, സ്റ്റോർ റൂമില് ഡ്രാക്കുളയുണ്ട്. എങ്കിൽ കൂടെ ഒരു മന്ത്രവാദിനിയും കാണുമല്ലോ. ഇല്ല കൊച്ചളിയാ, ഡ്രാക്കുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഹണി, ഇങ്ങനത്തെ കളികളൊക്കെ പഴയതല്ലേ. നീ എന്താ വിചാരിച്ചേ? ഞങ്ങള് പ്രേതപ്പടമൊക്കെ കാണുന്നോണ്ട് നിന്റെ ഈ കഥകളൊക്കെ വിശ്വസിക്കുമെന്നാണോ? എടോ മന്നപതി, ഇത് കഥയൊന്നും അല്ല, ഞങ്ങള് കണ്ടതാണ് സത്യമായിട്ടും. അവിടെ നോക്കുന്നത് ഡ്രാക്കുള. അവിടെ ജനലയുടെ പുറത്ത് കണ്ടതാ. അതെയോ? പിന്നെ എവിടെ പോയി? നമ്മളെ കണ്ട് പേടിച്ച് ഓടിയിട്ടുണ്ടാവും. സംശയമുണ്ടോ? ഹണി, ഒന്നും മിണ്ടായിരിക്കുന്നോ? ഞങ്ങൾക്ക് പടം കാണണം. ഇല്ല ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് സ്റ്റോർ റൂമിൽ ഇരിക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ടിവി കണ്ടോളാം. ഒന്നാമതേ വീടിനകത്ത് ഡ്രാക്കുള അലഞ്ഞു തിരികെയാണ്. ഓ, ഇപ്പൊ ഈ ടിവിയിലും ഡ്രാക്കുള തന്നെ കാണിക്കുകയാണ്. ഇവിടെ നമുക്ക് കരണ്ട പടം കാണാം. ഞങ്ങൾക്ക് ഈ പടം തന്നെ കാണണം. ബണി, വിട്ടുകള. അവർക്ക് ഏത് പടമാണോ കാണേണ്ടത് ആ പടം കണ്ടോട്ടെന്നേ. കാലത്ത് പശുവിനെ കണി കാണുന്നത് നല്ല ലക്ഷണം. ഇന്ന് നമ്മുടെ പാണ്ഡാ സാറിന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം ഭക്ഷണം. ഇങ്ങോട്ട് വരൂ. നിന്റെ കവിതകൾക്ക് നീ ഒരിക്കലും കൈയടിക്കാറില്ല, ഇതുപോലത്തെ പന്ന കവിതകൾക്ക് ഞാനും കൈയടിക്കാറില്ല. എങ്കിൽ പിന്നെ കൈയടിച്ചതാരാണ്? ഇങ്ങോട്ട് വരൂ. ഉറങ്ങിക്കിടക്കുന്നവൻ എന്തിനാ താരാട്ട് പാടുന്നത്? ഡ്രാക്കുളയെ താനെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഓടിക്കോ! രക്ഷിക്കൂ! നല്ല കാര്യം, രക്ഷിക്കാൻ വേണ്ടി നിലവിളിക്കുന്നു. പക്ഷെ ആരാരെ രക്ഷിക്കും? എന്റെ അടുത്തു നിന്നാണോ രക്ഷപ്പെടേണ്ടത്, അതോ ഡ്രാക്കുളയുടെ അടുത്തു നിന്ന്? എന്റെ കയ്യിൽ നിന്നും ഡ്രാക്കുള തന്നെ രക്ഷിക്കും. പക്ഷെ ഡ്രാക്കുളയുടെ അടുത്ത് നിന്ന് ആര് രക്ഷിക്കും? രക്ഷിക്കൂ! രക്ഷിക്കൂ! എന്താ? എന്റെ പുറകെ ഡ്രാക്കുള വരുന്നുണ്ട്.
ഇത് നമ്മുടെ കന്നാസാവല്ലേ? ഏയ് ഞാനല്ല, എന്റെ പുറകിലാ ഡ്രാക്കുള. പുറകിൽ ആരും കാണുന്നില്ലല്ലോ. പാല് കിട്ടാതെ കുട്ടി കരയുന്നുണ്ട്. സത്യമായിട്ടും ഡ്രാക്കുള പുറകെ വരുന്നുണ്ട്. എല്ലാരുടെയും പിരി ഇളവി എന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഇല്ല പോപ്പറ്റ്, ഇത്രയും പേര് ഒരിക്കലും കള്ളം പറയില്ല. ഇത്രയും പേരും കൂടി ഒരുമിച്ച് പറയുമ്പോൾ ഡ്രാക്കുള ഉണ്ടാവാനാണ് സാധ്യത. അപ്പോ ഡ്രാക്കുള സത്യത്തിൽ ഉണ്ടെന്നാണോ? ഇവനിപ്പോ വീണ്ടും പറയും പ്രശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ എന്ന്. സംശയമുണ്ടോ? എങ്ങനെ പ്രശാന്തമായി കിടന്നുറങ്ങും? നഗരത്തിൽ ഡ്രാക്കുള അലഞ്ഞിരിയുമ്പോൾ എല്ലാരും എങ്ങനെ പ്രശാന്തമായി കിടന്നുറങ്ങും? ഒരുപക്ഷെ ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് ഉറങ്ങാൻ കഴിയും, പക്ഷെ ഡ്രാക്കുള ഉറങ്ങില്ല. നിങ്ങൾ ശാന്തമായി ഉറങ്ങണമെങ്കിൽ അന്വേഷിക്കൂ ഡ്രാക്കുള ഇപ്പൊ എവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്ന്. ഒരുപക്ഷെ കണ്ടെത്തുകയാണെങ്കിൽ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ ഇൻഫോം ചെയ്യുക. ഇതുവരെ ഡ്രാക്കുള ആരെയും ഉപദ്രവിച്ചിട്ടില്ല, വെറുതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം. പക്ഷെ മറക്കരുത്, അത് ഡ്രാക്കുളയാണ്. അപ്പൊ ഡ്രാക്കുള സത്യത്തിൽ ഉണ്ടെന്നാണോ? ആ, ഞാൻ കണ്ടതല്ലേ. ഇതൊക്കെ വെറും പച്ച കള്ളോ. പക്ഷെ കുറെ പേർ കണ്ടവരുണ്ടല്ലോ, അതിനെന്ത് പറയുന്നു? എന്തോ പ്രശ്നമുണ്ട്, അത് നമുക്ക് കണ്ടെത്തിയേ തീരൂ. എങ്ങനെ? ഡ്രാക്കുള നമ്മുടെ ഏരിയയിലാണ് കറങ്ങിത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ കണ്ടെത്തണം. കൊച്ചളിയാ, ഇന്ന് ഞാൻ അഹങ്കാരത്തോട് പറയുന്നു, നീ എന്നെക്കാളും വലിയ കഴുതയാണെന്ന്. സംശയമുണ്ടോ? ഡ്രാക്കുള ഉള്ളത് സത്യമാണെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത് പോയി നമ്മൾ തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ആവശ്യമില്ല. പക്ഷെ അത് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ തടയേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? പറയൂ, നിങ്ങളൊക്കെ എന്റെ കൂടെ ഇല്ലേ? എനിക്ക് തോന്നുന്നത് ഡ്രാക്കുള വരില്ലെന്നാ. വന്നില്ലെങ്കിൽ വളരെ നല്ലതല്ലേ. സംശയമുണ്ടോ? എന്റെ കൊച്ചളിയാ, സോർദാർദേ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക. കഴുതേ, വൈബ്രേറ്റ് ആവുകയല്ല, പേടി കൊണ്ട് വിറച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് നോക്ക്. ശർമാജിയുടെ വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. ഡ്രാക്കുളയ്ക്ക് അറിയാലോ അവിടെ ആരുമില്ല എന്ന്. പിന്നെ എന്തിനാ അകത്തേക്ക് കയറിയത്? എനിക്ക് തോന്നുന്നത് അലമാര കിടന്ന് ഉറങ്ങാനാണെന്നാ. സിനിമകളിലും കാണിക്കുന്നത് ഇങ്ങനെയാണ്. സംശയമുണ്ടോ? കൊച്ചളിയാ, ഒന്നല്ല രണ്ട് ഡ്രാക്കുളയുണ്ട്. അത് കണ്ണാടിയാടാ കഴുതേ. പക്ഷേ കണ്ണാടിയിൽ ഡ്രാക്കുളയുടെ ഇമേജ് കാണാൻ കഴിയില്ലല്ലോ. ഡ്രാക്കുളയെ തന്നെ കണ്ട് പേടിച്ചു പോയി. ഇത് ഡ്രാക്കുളയൊന്നുമല്ല, കള്ളനാണ്. വരൂ, നമുക്ക് കള്ളനെ പിടിക്കാം. പക്ഷേ അതിനു മുമ്പ് അവൻ ജനങ്ങളെ പേടിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പൊ വരാം. സോർദാർ, നീ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ഫോൺ ചെയ്യ്. എന്റെ അമ്മേ, എന്റെ പൊന്നെ, ഈ വീടിന്റെ ഉടമസ്ഥൻ എത്ര കണ്ണാടിയാ വെച്ചിരിക്കുന്നത്? അയ്യോ, ഇത് സത്യത്തിൽ ഡ്രാക്കുളയാണല്ലോ. അയ്യോ അയ്യോ. പിടിക്ക്. ഇവനിത് എവിടെ പോയി? മഴ മാറി വെയിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഡ്രാക്കുള വീട്ടിൽ കയറി കഴിഞ്ഞു. അടികൈ വരൂ.
ഡ്രാക്കുള ഒറ്റച്ചാട്ടത്തിന് ടെറസിന്റെ മുകളിൽ കയറിയല്ലോ. നൂല് പൊട്ടിയത് കൊണ്ട് പട്ടം വീണു. അവൻ എന്റെ വീട്ടിലേക്ക് കയറി പോണു. അടികൈ. രക്ഷപ്പെടാനാണ് എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. സത്യമായിട്ടും ഞാൻ ഡ്രാക്കുളയല്ല, എന്നെ തല്ലല്ലേ. അയ്യോ, അത് ഞങ്ങൾക്കും അറിയാം നീ ഒരു കള്ളനാണെന്ന്. ഇങ്ങനെ ഡ്രാക്കുള വേഷം അണിഞ്ഞ് ഒരുത്ത് മോഷ്ടിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സംശയമുണ്ടോ? ഞാൻ ഈ ഡ്രാക്കുളയുടെ വേഷം കെട്ടി എന്തിനാന്ന് വെച്ചാ ജനങ്ങൾ എന്നെ കണ്ട് പേടിച്ചോടണം. അപ്പൊ എനിക്ക് എളുപ്പത്തിൽ മോഷ്ടിക്കാൻ പറ്റുമല്ലോ. ഞാൻ നിന്നെ ഡ്രാക്കുള മാത്രമല്ല, പ്രേതം, പിശാച്, കുട്ടിച്ചാത്തൻ എല്ലാം ആക്കി തീർക്കാം. ഡ്രാക്കുള വേഷമിട്ട് വന്ന കള്ളനെ ഓടിച്ചു. നിങ്ങൾ വീണ്ടും ഈ വീടിനെ മോഷണത്തിൽ നിന്നും രക്ഷിച്ചു. ആഹാ, അടികൈ.